പുന്നാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച ഹെഡ് ഓഫീസ് കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മെയ് 25 വൈകുന്നേരം 3:30 കെ സുധാകരൻ എം പി നിർവഹിക്കുമെന്ന് ബാങ്ക് ഭരണസമിതി ഭാരവാഹികൾ ഇരിട്ടിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുതുക്കി പണിതിട്ടുള്ള ഇരിട്ടി പാലത്തിന് സമീപമുള്ള കെട്ടിടത്തിന്റെ ഉദ്ഘാടനം 25-ാം തീയതി വൈകുന്നേരം 3:30 മണിക്ക് ബഹുമാനപ്പെട്ട കണ്ണൂർ എം പി ശ്രീ കെ സുധാകരൻ അവർ നിർവഹിക്കുന്നതാണ്. അതോടൊപ്പമുള്ള ശീതീകരിച്ച ഹാളിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഇരിട്ടി മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി കെ ശ്രീലതയും അതുപോലെ തന്നെ പാലം ബ്രാഞ്ച് ഈ ഹെഡ് ഓഫീസ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതാണ്. പാലം ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവറുകളും ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ബാങ്കിലെ മെമ്പർമാരുടെ മക്കൾക്ക് കഴിഞ്ഞ SSLC +2 പരീക്ഷയിൽ ഫുൾ A+ വാങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് ബാങ്ക് നൽകുന്ന ക്യാഷ് അവാർഡ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അവർ വിതരണം ചെയ്യുന്നതാണ്. യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളെയും അതുപോലെ തന്നെ ഇരിട്ടിയിലെ മറ്റു സഹകരണ സംഘം ഭാരവാഹികളെയും എല്ലാം ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും അവരെല്ലാവരും ആശംസ അർപ്പിക്കാൻ എത്തിച്ചേരും എന്ന് ഉറപ്പ് തന്നിട്ടുമുണ്ട്. ഇത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം 80 കോടിയിലധികം രൂപയുടെ നിക്ഷേപവും 100 കോടിയിലധികം രൂപയുടെ വായ്പാ ബാക്കി നിൽപ്പുമുള്ള സ്ഥാപനമായി പുന്നാട് സർവീസ് സഹകരണ ബാങ്ക് ഉയർന്നു വന്നിട്ടുണ്ട്. ഇരിട്ടി താലൂക്കിലെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു 3-4 ബാങ്കുകളിൽ ഒന്നായി പുന്നാട് സർവീസ് സഹകരണ ബാങ്ക് വളരാനും ഉയരാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ബാങ്ക് ഇരട്ടിപ്പാലം ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം സണ്ണി ജോസഫ് MLAയും ജവഹർലാൽ നെഹ്റു ഹാൾ ഇരട്ടി നഗരസഭാ അധ്യക്ഷ കെ ശ്രീലതയും നിക്ഷേപം സ്വീകരിക്കൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ കെ പ്രദോഷ് കുമാറും വായ്പാ വിതരണം ഇരട്ടി അസിസ്റ്റന്റ് രജിസ്ട്രാർ TG രാജേഷ് കുമാറും നിർവഹിക്കും. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അനുമോദിക്കും. ഇരട്ടി ടൗണിൽ പ്രവർത്തിച്ചു വരുന്ന സായാഹ്ന ശാഖ ഇനി മുതൽ ഡേ ബ്രാഞ്ചായി ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കും. വാർത്താസമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് PK ജനാർദ്ദനൻ, സെക്രട്ടറി KC രാജീവ്, ബാങ്ക് ഡയറക്ടർമാരായ നാസർ കേളോത്ത്, UP ഷാനിദ്, രതീശൻ മാവില, T ശ്രീജ, MK നിർമ്മല, MK സൈഫുനീസ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഇരിട്ടി.